നമുക്കിന്ന് വളരെ രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളി ഒരു പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം, അതിലേക്ക് നല്ല ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ശർക്കരയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ജീരകത്തിന് പകരം ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇനി ഏലക്കയുടെ രുചിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവേ. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കെടുക്കാം. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ, ഓവർ വെള്ളമൊന്നും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ വാഴയിലയൊന്ന് എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെയൊന്ന് വാട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വാട്ടിയെടുത്ത വാഴയിലേക്കകത്തോട്ട് ഇതുപോലെയൊന്ന് നമ്മുടെ മാവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വാട്ടി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ ചുട്ടെടുക്കണമുണ്ട്. ഞാൻ സാധാരണത അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. വാഴയിലേക്ക് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ വാട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങയുടെ മിക്സ്ചറൊന്ന് ചേർത്ത് കൊടുത്ത് മടക്കിയെടുത്തായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഇലയിലും പരത്തി കൊടുത്ത് നമ്മുടെ തേങ്ങയുടെ മിക്സ്ചറൊന്ന് വെച്ച് കൊടുത്തിട്ട് മടക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കല്ലിലേക്ക് നെയ്യൊന്ന് പുരട്ടി കൊടുത്ത് നമ്മുടെ ഈ വാഴയിൽ നിന്ന് അതിൽ വെച്ച് ചുട്ട് എടുക്കാവേ. എനിക്കിങ്ങനെ വാഴയില വാട്ടി ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനത് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് രാവിലേക്ക് ധൃതിയുള്ള സമയത്ത് എളുപ്പം നമുക്ക് ഫ്രഷ് ഇലയിലോട്ട് ചുട്ട് എടുക്കാം കേട്ടോ. ഇനി വാഴയില ഇല്ലെങ്കിൽ നമുക്ക് ഈ മിക്സ്ചർ കല്ലിൽ തൊട്ട് പുരട്ടി പോലെ നമുക്ക് പുരട്ടി എടുക്കുകയും ചെയ്യാം. രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ലപോലെ ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ ഇനി രാത്രി കഴിക്കാനാണെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള നല്ല അടിപൊളി പലഹാരമല്ലേ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇച്ചിരി തണുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു വരും കേട്ടോ. എൻ്റെ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടാണ്, നല്ല ചൂടല്ലേ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വിഭവം തയ്യാറായിട്ടുണ്ടേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വിഭവമായിട്ട് എളുപ്പം തന്നെ കാണാം കേട്ടോ.